കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. മഴക്കാലമാണ്. മഴ നമുക്ക് ഒരു അനുഭൂതിയാണ്, നൊസ്റ്റാൾജിയാണ്. മഴ ആസ്വദിക്കാൻ ഭയങ്കര സുഖമാണ്. പെരുമഴക്കാലം എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയും. ആ പെരുമഴക്കാലവും നമുക്കിഷ്ടമാണ്, മനസ്സിന് നല്ല സുഖവുമാണ്. മഴയെ നമ്മളെപ്പോഴും ഇങ്ങനെ കാത്തു നിൽക്കലാണ്. മഴ പെയ്തില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചാൽ സത്യത്തിൽ നമ്മൾ ബേജാറായിപ്പോകും. പക്ഷേ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ കണക്ക് ഓരോ ദിവസവും പെരുകി വരികയാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ 2 സ്കൂൾ കുട്ടികൾ, 2 കോളേജ് വിദ്യാർത്ഥിനികൾ നമുക്കറിയാം വെള്ളത്തിൽ പോയി മരിച്ചു. അതുപോലെ വൈദ്യുതാഘാതം ഏറ്റ് പരിക്കേൽക്കുന്നവരും മരിക്കുന്നവരും, വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർ, മരിക്കുന്നവർ എണ്ണം കൂടുകയാണ് ഈ സുന്ദരമായ മഴക്കാലത്ത്. ഇഷ്ടമാണ്, പക്ഷേ ദുരന്തങ്ങൾ സമ്മാനിക്കുന്നു. അതിൽ ചെറിയ ശ്രദ്ധക്കുറവ് നമുക്കില്ലേ? നമ്മുടെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുന്നതിന് ഇടയ്ക്കെങ്കിലും കാരണക്കാർ നമ്മൾ തന്നെയല്ലേ? ഈ ചോദ്യമാണ് നേർരേഖ ഈ എപ്പിസോഡിൽ ഉന്നയിക്കുന്നത്. മഴക്കാലത്ത് നമ്മൾ പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. എല്ലാം സർക്കാർ ചെയ്യും, അല്ലെങ്കിൽ എല്ലാം നമ്മുടെ രക്ഷിതാക്കൾ ചെയ്യും, അല്ലെങ്കിൽ എല്ലാം സമൂഹം ചെയ്യും എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത്. പക്ഷേ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, പുലർത്തേണ്ട ജാഗ്രതകളുണ്ട്. അവകാശങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം. അങ്ങനെ ബോധമില്ലാത്ത സാഹചര്യത്തിലാണ് പലപ്പോഴും നമ്മൾ മരണത്തിൻ്റെ പിടിയിലേക്ക്, സുന്ദരമായ ഈ ലോകത്തുനിന്ന് ഇടക്ക് വെച്ച് പെട്ടെന്ന് പോകേണ്ടി വരിക, അല്ലെങ്കിൽ സ്ഥിരമായ വൈകല്യങ്ങളിലേക്കും കിടപ്പിലേക്കും നമ്മൾ പോകേണ്ടി വരിക. അപ്പോൾ ഒരു ജാഗ്രത എങ്ങനെ വേണം, ഏത് തലത്തിൽ വേണം, പ്രേക്ഷകരെ ചെറിയ നിലക്ക് ഒന്ന് ബോധവൽക്കരിക്കാനാണ് നേർരേഖ ഈ എപ്പിസോഡിൽ ശ്രമിക്കുന്നത്. മഴക്കാലത്ത് പുലർത്തേണ്ട ചില ജാഗ്രതകളിലേക്കുള്ളൊരു യാത്ര. വളരെ പ്രഗത്ഭരായിട്ടുള്ള 3 പേർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. സർക്കാർ സംവിധാനത്തിലുള്ള ആ പ്രമുഖരെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് നമ്മുടെ ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറാണ് SK ബിജുമോൻ, അദ്ദേഹം നമ്മളൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈദ്യുതി വകുപ്പിൽ നിന്ന് KT ലിബീഷ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ്. അതുപോലെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നമ്മുടെ കണ്ണൂർ RTO ശ്രീ CU മുജീബ്. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് തുടക്കം ഫയർഫോഴ്സ് ഓഫീസറിൽ നിന്ന് തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ആളുകളുടെ ചെറിയ ശ്രദ്ധക്കുറവാണ്. ഇപ്പം 2 വിദ്യാർത്ഥികൾ, കൊച്ചുമക്കളാണ്, അവർ മുങ്ങി മരിച്ചു. 2 വിദ്യാർത്ഥിനികൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, അവർ പുഴയിൽ ഒഴുക്കിപ്പെട്ട് മരിക്കും. എന്തുകൊണ്ടാണ് ഇത്ര ബോധമുള്ള മനുഷ്യർ, മുതിർന്നവർ അല്ലെങ്കിൽ കുട്ടികൾ ഇത്തരത്തിൽ പെട്ടുപോകുന്നത്? എന്താണ് താങ്കളുടെ ഒരു അതിനു മുമ്പായിട്ട് നമ്മൾ കാലവർഷം ആരംഭിക്കുന്ന മുന്നോടിയായിട്ട് നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റും പല മുന്നൊരുക്കങ്ങളും നടത്തണം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അത് നടത്തുന്നുണ്ടായിരുന്നു. അതായത് റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ, അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഇലച്ചിലകൾ വെട്ടിമാറ്റുകയും ചെയ്യണം. അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി നിൽക്കുന്നവർ അപകടകരമായ മരങ്ങൾ, അതിൻ്റെ ചില്ലകൾ എല്ലാം പ്രൈവറ്റ് സ്വന്തം പറമ്പിൽ നിൽക്കുന്നുള്ള മുറിച്ചു മാറ്റാൻ അവരും തയ്യാറാണ്. അന്നെങ്കിൽ തന്നെ പകുതി അപകടം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരങ്ങൾ മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ശിഖരങ്ങൾ മുറിഞ്ഞ് താഴെ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാർ യാത്രക്കാർ, വാഹനയാത്രക്കാർ, കാൽനട യാത്രക്കാരുടെ മുകളിലേക്ക് മരങ്ങളും അല്ലെങ്കിൽ ശിലകളും വീണും വളരെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തന്നെ നേരത്തെ മഴ സീസൺ ആരംഭിക്കുന്ന മുമ്പ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള മരങ്ങൾ കണ്ടെത്തി അത് മുറിച്ച് നീക്കുക. സ്വകാര്യ വ്യക്തികൾ അവരുടെ അതാണ് ഒന്നാമത്തെ കാര്യം. ഇങ്ങനെ ചെയ്താൽ വേറൊരു ഗുണം കൂടി ഉണ്ട്. ഈ കമ്പും മരം വീണ് ഇലക്ട്രിസിറ്റി ലൈൻ പൊട്ടി വീണ് അപകടങ്ങൾ, അതിനെ തുടർന്ന് അപകടങ്ങളുണ്ടാകും. കമ്പ് വീണ്, പോസ്റ്റ് മറിഞ്ഞ് വീണ്, ലൈൻ വീണ് കരണ്ടടിച്ച് മരിക്കുക, അല്ലെങ്കിൽ ലൈൻ പൊട്ടി കമ്പി വീണ് അശ്രദ്ധമായി നടന്നില്ല വെള്ളത്തിൽ കരണ്ടടിച്ച ആൾ മരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇതിന് മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള അപകടങ്ങൾ, മഴ വരുന്നതിന് മുമ്പ് പറമ്പിലുള്ള വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു നീക്കുക, വീഴാൻ സാധ്യതയുള്ള കമ്പുകൾ മുറിച്ചു മാറ്റുക. ഇത് പ്രാഥമികമായി ചെയ്യണം. നമ്മുടെ പഴമക്കാർ പറയുന്നുണ്ട്, സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പെരയ്ക്കുമല്ല വെട്ടിക്കളയണം. അത് അവരെ അത് നടത്തിയേ പറ്റുള്ളൂ. അപ്പം നമുക്ക് എത്ര വിലപിടിപ്പുള്ള മരങ്ങളാണെങ്കിലും ഉണ്ട്, കാരണം അപകടം ഉയർത്തുന്നുണ്ടെങ്കിൽ. ശരി, നമുക്ക് തിരിച്ചു വരാം. RTO, ഈ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇരുചക്ര വാഹനങ്ങളിൽ
ഇങ്ങനെ അത്യാവശ്യം നല്ല സ്പീഡിലാണ്. മഴയത്ത് പോകുമ്പോൾ അതൊരു രസമാണ്, ഇങ്ങനെ പറപ്പിച്ച് പോകുമ്പോൾ ഈ വെള്ളം രണ്ട് ഭാഗത്തും തെറിക്കുക, കാറിലായാലും ബൈക്കിലായിട്ടൊക്കെ. ഇത് ഉണ്ടാക്കുന്ന അപകടങ്ങൾ, കുണ്ടിൽ വീണിട്ടാണെങ്കിലും കാറിൻ്റെ ബസ്സിൻ്റെയൊക്കെ അടിയിലേക്ക് ഇങ്ങനെ തെന്നി പോവുക ചെയ്യുക. എന്താണ് നമ്മൾ അത് ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിനെ മോട്ടോർ വാഹന വകുപ്പ് കാണുന്ന ഒരു രീതി എന്താണ്? വാഹനം ഓടിക്കുന്ന ആൾ അറിയേണ്ട രണ്ട് കാര്യമുണ്ട്. ടു നോ യുവർ വെഹിക്കിൾ ആൻഡ് ടു നോ യുവർ റോഡ് എന്നുള്ളതാണ് പ്രാഥമിക കാര്യം. അപ്പോൾ അതിൽ ടു നോ യുവർ റോഡ് എന്നുള്ളതിലേക്ക് നമുക്ക് ആദ്യം എടുക്കാം. അപ്പോൾ റോഡ് എപ്പോൾ കാണുമ്പോഴും കാണുന്ന മഴക്കാലത്ത് വരുന്ന സമയത്ത് അതിൽ വെള്ളക്കെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കുഴികൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതേ സമയം തന്നെ ചിലപ്പോൾ സൈഡിലൂടെ പോകുന്ന സ്ഥലത്ത് ഓടയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ലാബ് തന്നെ താഴ്ത്തു പോകാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങൾ ഒരു ഭാഗമായിട്ട് റോഡിനെ കുറിച്ച് ഇവർ ഓരോ ആളുകൾക്കും ഓരോ കാറ്റഗറിയിലുള്ള ആളുകൾ സെപ്പറേറ്റ് ആണ് ഇതിൽ വരുന്നത്. മാത്രമല്ല വിഷന് വ്യത്യാസമുണ്ട്. കാരണം സാധാ കേസിൽ ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വാഹനമാണെങ്കിൽ, ഏത് വാഹനങ്ങളുണ്ടെങ്കിലും ഒരു 120 ഡിഗ്രി അയാൾക്ക് പെരിഫറൽ വിഷൻ ഉണ്ടാവും. ഒരു ബൈക്ക് 120 ഡിഗ്രി ഉണ്ടാവും. അത് മഴക്കാലത്തും വേനൽക്കാലത്തും വ്യത്യാസം സാധാ കേസിൽ അത്ര ഉണ്ടാവും. ഇനി അത് അതേമാതിരി തന്നെ അതൊരു 50, 80, 90 കിലോമീറ്റർ വരുമ്പോൾ അതിൻ്റെ പെരിഫറൽ വിഷൻ ചുരുങ്ങിയിട്ട് ഏകദേശം ഒരു 120 ഡിഗ്രി ഉള്ളത് 60 ഡിഗ്രി 50 ഡിഗ്രിയിലേക്ക് വരും. അപ്പോൾ അതാണ് നോർമൽ കേസിൽ. മഴക്കാലത്താകുമ്പോൾ വിസിബിലിറ്റി ഫ്രണ്ടിൽ വളരെയധികം കുറയും. അപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ വിസിബിൾ ഉള്ളൂ. അതേപോലെ തന്നെ ഈ കാണുന്ന ഹസാഡസ് കൂടുതൽ പതിയിരിക്കുന്ന സംവിധാനം. മറ്റൊന്ന് വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ അതൊരു വലിയ ഫാക്ടറാണ്. കാരണം ഈ റോഡിൽ വെള്ളം ചെറുതായിട്ടുള്ള ഒരു പാളി ഉണ്ടാവും, ജലപാളി എന്ന് പറയും. അതിൽ അക്വാപ്ലൈനിങ്, ഹൈഡ്രോപ്ലൈനിങ് എന്നുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളൊരു ടൈൽസിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വെള്ളമോ അല്ലെങ്കിൽ എണ്ണ ഉണ്ടെങ്കിൽ വീഴുക്കുന്ന പോലെ തന്നെ അതിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സാധാ ഡ്രൈ സമയത്ത്, സമ്മർ സീസണിനെ അപേക്ഷിച്ച്. അപ്പോൾ ആ ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ 3 ആൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അപേക്ഷിച്ചിട്ട് നമ്മളെ ടൂ വീലേഴ്സ് വളരെയധികം ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന ഒരു ഇപ്പോൾ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നൊരു ജില്ലയാണ് കണ്ണൂർ. ഞാൻ പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ 2 ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ആളുകളാണ് ഏകദേശം ഉള്ള ഒരു 98%. ഇപ്പം ഞങ്ങളുടെ AI ക്യാമറ അടക്കം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ 6 സ്ക്വാഡും മറ്റൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു 6500, 1800 നിയമലംഘനങ്ങളാണ് ഒരു മാസം പിടിക്കപ്പെടുന്നത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ അത് വളരെ കൂടുതലാണ്. അപ്പോൾ അത് അങ്ങനെ വളരെ ഉത്തരവാദിത്തബോധമുള്ള അതെ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അത് വളരെ ശ്ലാഘനീയമായ കാര്യം, അഭിനന്ദിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവർ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഹെൽമെറ്റുകൾ, ഈ മഴക്കാലത്ത് ഉപയോഗിക്കുന്ന ഹെൽമെറ്റുകൾ റിഫ്ലക്റ്റീവ് ടൈപ്പ്. കാരണം ഡാർക്ക് എന്ന് മാറിയിട്ട് കുറച്ച് മാറി എതിരെ വരുന്ന വലിയ വണ്ടികൾക്കും മറ്റൊക്കെ ഒരു വിസിബിൾ ആയിരിക്കും. 2, ഇവരുപയോഗിക്കുന്ന റെയിൻ കോട്ടുകൾ. ഈ റെയിൻ കോട്ടുകളും കുറച്ചും കൂടി ലൈറ്റ് കളറാണെങ്കിൽ അത് കുറച്ചും കൂടി, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ. ഇപ്പോൾ നമ്മൾ കറുത്ത പർദ്ദ ധരിച്ച് പോകുന്ന ആളുകളെ രാത്രി സൈഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കാണില്ല, ഇടിച്ചെറിച്ച് പോകും. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു വ്യത്യാസം, വസ്ത്രധാരണത്തിൽ ഒരു വ്യത്യാസം വരുത്തണം. അതേപോലെ തന്നെ ഹെൽമെറ്റിൻ്റെ സെലക്ഷനിൽ മഴക്കാലത്തുള്ള അതിനൊരു വ്യത്യാസം വരുത്തണം. 3, ഫുള്ള് കവർ ചെയ്യുന്ന ഹെൽമെറ്റ് ഉപയോഗിക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ മിസ്റ്റും കാര്യങ്ങളും ഇതിൽ വന്നിട്ട് ഫുൾ കവേർഡ് ഉള്ള ഹെൽമെറ്റ് ഉപയോഗിക്കുക. തിരിച്ചു വരാം ലിബീഷ്, വൈദ്യുതി വകുപ്പ് എപ്പോഴും ജനങ്ങളായിട്ട് ഈ മഴക്കാലത്ത് കൂടുതൽ ഏറ്റുമുട്ടുന്നൊരു വകുപ്പ്. ഇപ്പോൾ അറിയാലോ, റീസെൻ്റായിട്ട് വൈദ്യുതി വകുപ്പ് ജീവനക്കാരെ ആക്രമിക്കുന്നു, ഓഫീസിൽ വിളിച്ച് തെറി പറയുന്നതൊക്കെ സ്ഥിരം പരിപാടിയാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലേക്ക് ജനങ്ങൾ എത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്? ഈ ആധുനിക കാലഘട്ടത്തിലും നമുക്കത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ടോ? സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഴ ഏറ്റവും നല്ല ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സന്ദർഭമാണ്. പക്ഷേ നമ്മുടെ KSEB ജീവനക്കാർക്ക് ഈ മഴ കൂടുതൽ മഴയും വരുമ്പോൾ ഒരു എന്തിരുന്നു കഴിഞ്ഞാലും ആസ്വദിച്ച് വർക്ക് ചെയ്യുന്ന കൂട്ടർ തന്നെയാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലത്തുള്ള ഉപഭോക്താക്കളിൽ നിന്ന് ഈ ഒരു ആക്ഷേപം നമ്മൾ നേരിടേണ്ടി വരുന്നത്. നമ്മുടെ ഒരു ശൃംഖല അറിയാലോ, നമ്മുടെ ഒരു വിപുലമായ ശൃംഖലയാണ്. അപ്പൊ ആ ശൃംഖലയിൽ നമ്മൾ ഓവർഹെഡ് ലൈനുകൾ ഇപ്പോൾ ബെയർ കണ്ടക്ടറുകളാണ് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പൊ അതിലിപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ABC എന്നുള്ള ഏരിയൽ ബെഞ്ചിന്റെ കേബിൾ ഉപയോഗിച്ചിട്ട് പുതിയ ലൈനുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറയാന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സബ്സ്റ്റേഷൻ, ആ സബ്സ്റ്റേഷന് നമുക്ക് ഏകദേശം ഒരു വലിയ ലൈന് പോകുമ്പോൾ ഒരു വലിയൊരു ഏരിയ, ഒരു 10-20 ട്രാൻസ്ഫോമറൊക്കെ ഉൾപ്പെടുന്ന ഒരു ഏരിയ അതിനകത്ത് കവർ ചെയ്ത് പോകും.
അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ഏകദേശം ഒരു ട്രാൻസ്ഫോമറിൽ തന്നെ 300 കൺസ്യൂമറൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഓഫീസിൽ സ്വാഭാവികമായിട്ടും 2 ഫോണുകളാണ് ഉണ്ടാകുക. ഒന്ന് നമുക്ക് ഒരു 2 ഫോണ് എങ്ങനെ ഈ പറയുന്ന സപ്ലൈ ഒരു സബ്സ്റ്റേഷൻ ഏതെങ്കിലും ഈ ലൈനുകളിൽ എവിടെയെങ്കിലും ഇത് ചിലപ്പോൾ 3 സെക്ഷൻ കവർ ചെയ്യുന്ന ഫീഡറുകളും ആയിരിക്കും 11 kV ഫീഡേഴ്സ്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു കമ്പ് വീണുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സബ്സ്റ്റേഷനിൽ തന്നെ ഫീഡർ ആ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ട്രിപ്പ് ആവും. ഒരു കമ്പ് വീണാൽ തീർന്നു തൽക്കാലം. അപ്പൊ അത് അപകടം ഒഴിവാക്കുക എന്നുള്ളത് കൂടിയാണ്. സാർ പറഞ്ഞ പോലെ മരജില്ലകൾ ഇതൊക്കെ വെട്ടിമാറ്റുന്ന പ്രവൃത്തി നമ്മൾ മഴക്കാല പൂർവ്വം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ വീഴുന്ന കൊമ്പുകളൊന്നും നമ്മുടെ പരിധിക്ക് നിൽക്കുന്നതല്ല. അപ്പൊ അതിലൊക്കെ വളരെ ദൂരെ നിന്നൊക്കെ മാറി നമ്മളെ ലൈനിലേക്ക് വന്ന് പതിക്കുന്നതാണ്. അപ്പൊ ഈ സന്ദർഭങ്ങളിൽ ജനങ്ങൾ പലപ്പോഴും ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു ഏകദേശം 1000-2000 ആൾക്കാർ ഡാർക്കിലേക്ക് പോകുന്ന സമ്മർദ്ദത്തിലാണ് ആൾക്കാർ ഓഫീസിലേക്ക് വിളിക്കുന്നത്. ഒരു മിനിറ്റിൽ എന്തിരുന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ 60 മിനിറ്റാണ് വരുന്നത്. അപ്പോൾ ഒരു മിനിറ്റെങ്കിലും ഒരാൾ സംസാരിക്കുമ്പോൾ ഈ ഏകദേശം ഈ 60 ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ഓഫീസിലേക്ക് ഫോൺ സംസാരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം ഓഫീസിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അതെ അതെ അതെ, ഫോണ് നിങ്ങൾ മാറ്റി വെക്കുന്നു എന്നുള്ള. അതെ, അപ്പൊ എനിക്കൊക്കെ ഡയറക്റ്റ് ഞാൻ ഓഫീസിലുള്ള സമയം തന്നെ വിളിക്കും. ഞങ്ങൾക്ക് ഓഫീസ് ഫോൺ ഉണ്ടല്ലോ, അപ്പൊ അതിൻ്റെ അകത്ത് വിളിച്ചിട്ട് പറയും നിങ്ങൾ ഓഫീസിലെ ഫോൺ മാറ്റി വെച്ചിരിക്കുക. ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ടാവുക 2 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരാളാണ് യഥാർത്ഥത്തിൽ ഫോൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കുക, ഒരു PR എന്നുള്ളൊരു ഫോൺ ഡ്യൂട്ടിയിൽ. അപ്പൊ അതിനപ്പുറം നമ്മൾ ഈ മഴക്കാലത്ത് വേറെ അറേഞ്ച്മെന്റും കൂടി നമ്മൾ നടത്തിയിട്ടൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ അത് നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സാധനമല്ല. അതെ അതെ. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ പൊതുവിൽ ജനങ്ങൾക്ക് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം കൊണ്ടാണ് പിന്നെ വിളിക്കുക. നമ്മുടെ സംസാരങ്ങളൊക്കെ ചിലപ്പോൾ മാറുക, ആ അവസ്ഥയിലേക്ക് കേട്ടു. നമുക്ക് RTOനോടൊന്ന് ചോദിക്കാം, ഈ മഴക്കാലത്ത് അപകടങ്ങൾ കൂടാനുള്ള ഒരു കാരണങ്ങൾ എന്താണ് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്? അതിൽ പ്രധാനമായിട്ട് പല രീതിയിലാണുള്ളത്. ഒന്ന് പാർക്കിങ്ങിൻ്റെ ഒരു ഭാഗത്ത് നടക്കാം. വണ്ടി പാർക്ക് ചെയ്യുന്നപ്പോൾ സാധാ കേസ് നമ്മൾ പാർക്ക് ചെയ്യുന്ന ഒരു മരച്ചോട്ടിലാണെങ്കിൽ മഴക്കാലത്ത് അതിൻ്റെ കൊമ്പ് പൊട്ടി വീഴാനോ മറ്റൊക്കെ സാധ്യത കൂടുതലാണ്. രണ്ടാമത് ഇപ്പോഴത്തെ മഴയുടെ അളവ് ഭയങ്കര കൂടുതലാണ്. പണ്ട് നമ്മൾ പഠിക്കുന്ന കാലത്ത് 7 മീറ്റർ 5 സെൻറ്റിമീറ്ററൊക്കെ വന്ന ഭയങ്കര മഴയാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടി ഏകദേശം 3 അക്കത്തിൽ വരുന്ന ഒറ്റ ദിവസം കൊണ്ട് മഴ പെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മതിലിനടുത്തൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒരു മതിലിടിഞ്ഞ് ഒരു മാരുതിയുടെ മുകളിലുണ്ടായി. അപ്പം അങ്ങനെയുള്ള ചാൻസ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ആ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മതിലിൻ്റെ കപ്പാസിറ്റിയും കൂടി നോക്കേണ്ട ഒരു സംവിധാനമാണ് ഇപ്പോൾ എന്നുള്ളതാണ് പാർക്കിങ്ങിനെ കുറിച്ച് എനിക്ക്. പിന്നെ ബൈക്കിനെ കുറിച്ച് ഞാൻ കുറച്ച് നേരം പറഞ്ഞു. ഓട്ടോറിക്ഷയിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോറിക്ഷ ഇവർ സാധാ കേസിൽ ഈ ഓട്ടോറിക്ഷ ഡിസൈനിൽ തന്നെ ചെറിയൊരു ഫാൾട്ട് ഉണ്ട്. കാരണം എന്താ പറഞ്ഞാൽ അതിൻ്റെ ബാക്ക് കറക്റ്റായിട്ട് പിൻഭാഗം കുറച്ച് ഇതിലും ഡ്രൈവർ ഇരിക്കുന്നത് കുറച്ച് മറ്റേ ചുരുങ്ങിയിട്ടുമായിരിക്കും. അപ്പോൾ ഈ മെൽഡർ നോക്കുന്നതിന് പകരം ഡ്രൈവർ സാധാരണ വണ്ടി നോക്കുന്ന എങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടാണ് തിരിഞ്ഞു നോക്കുക. ആക്ച്വലി വണ്ടി റോഡിൻ്റെ പകുതിയിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ ഡിസൈൻ ഫാൾട്ടിൻ്റെ ഭാഗമായിട്ടോ അതിനെ ഓവർകം ചെയ്യുന്ന ഇത് നമ്മൾ കുറേ ബോധവൽക്കരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അപകടങ്ങൾ കുറയാനുള്ള കാരണം പുതുതലമുറ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വരുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഓട്ടോറിക്ഷനെ അപേക്ഷിച്ചുള്ള അപകടങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ്. അതിന് കാരണം അതെ, പഴയ ആൾ അവർ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ഇത് പിന്നെ അതേപോലെ തന്നെ ഓട്ടോറിക്ഷയ്ക്ക് 2 ടൈപ്പ് ഗ്ലാസ് ഫ്രണ്ടിൽ വരും. ഒന്ന് അതും പിന്നെ 2-3 പീസായിട്ട് വരുന്ന ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. ഈ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഉള്ളിൽ മറ്റേ ഈ ഫ്യൂംസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ 2 കൊല്ലം കൂടുമ്പോൾ ഈ ക്വാർട്ടർ ഗ്ലാസ് മാറ്റണം. അതല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഡ്രൈവർ വിഷൻ വരുന്ന ലെഫ്റ്റ് ക്വാർട്ടറും റൈറ്റ് ക്വാർട്ടർ ഗ്ലാസ്സിലൂടെ. അപ്പോൾ ആ സമയത്ത് വിഷൻ കുറഞ്ഞിട്ടുള്ള അപകടങ്ങൾ അതിലുണ്ടാവും. പിന്നെ ബ്രേക്ക് ലൈറ്റുകളും ഇൻഡിക്കേറ്ററും പ്രവർത്തിപ്പിക്കൽ കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഈ മറ്റേ ഇതിൻ്റെ ഡ്രൈവർമാർക്ക് അവർ പ്രത്യേകം എടുക്കണം. പിന്നെ മറ്റൊരു കേസ് വരുന്നത് വലിയ വണ്ടികളാണ്. വലിയ വണ്ടികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാറുകൾ. അവിടെയാണ് ഈ ഹൈഡ്രോപ്ലൈനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ നമ്മുടെ മുഴുപ്പിലങ്ങാട് നിന്ന് ഇവിടേക്കുള്ള 4 ലൈൻ ഹൈവേ നോക്കാം, ആ 6 ലൈൻ ഹൈവേ, അതിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ വളരെ ഈ ജലപാളിയുടെ ഒരു ഇത് വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഈ ടയർ ഡയറക്റ്റ് കോണ്ടാക്ട് ഏതിനായിട്ടില്ല, റോഡിനായിട്ടില്ല. അതുകൊണ്ട് സ്കിഡ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ വണ്ടിയിലെ ടയറുകൾ ഇപ്പം ഒരേ ത്രെഡ് പാറ്റേൺ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരേ ലെവലായിരിക്കണം, ഒരേ ത്രെഡ് പാറ്റേൺ ആവണം. ഇപ്പോൾ MRF കമ്പനിയുടെ മേടിക്കുകയാണെങ്കിൽ MRF, അപ്പോളോ ആണെങ്കിൽ അപ്പോളോ, അതിൻ്റെ ത്രെഡ് പാറ്റേൺസ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആദേശം ചെയ്യുന്ന വെള്ളം ഈ ത്രെഡിലൂടെയാണ് ഈക്വലായിട്ട് പുറത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്.
അപ്പോൾ ആ കാര്യത്തിൻ്റെ നോഹോ ഈ ഡ്രൈവർ മനസ്സിലാക്കി, ഓണർ മനസ്സിലാക്കി, അത് ഈ അക്വ പ്ലാനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായകമാവുന്ന കാര്യവും. അപ്പോൾ അതിനെ ആക്സിലറേറ്റ് ചെയ്യും. പിന്നെ മറ്റൊന്നാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് AC-യുടെ ഫ്യൂംസ്. എല്ലാവരും AC ഇട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് കുറേ കഴിയുമ്പോൾ നമ്മളൊരു 2 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഫ്യൂംസ് വരും. അപ്പോൾ ആളുകൾ വൈപ്പർ ഇട്ടിട്ട് ഇങ്ങനെ അത് കഴിയും, പിന്നെ കുറച്ച് വീണ്ടും വരും. പക്ഷേ ആക്ച്വലി ചെയ്യേണ്ടത് അതല്ല. നമ്മൾ ഈ എയർ ഉള്ളിലേക്കുള്ള 2 പോയിന്റ് ഉണ്ട് AC-ക്ക്. ഒന്ന് ഉള്ളിലൂടെ സർക്കുലേറ്റ് ചെയ്യും, ഒന്ന് പുറത്തേക്കും. അപ്പോൾ പുറത്തേക്ക് സർക്കുലേറ്റ് ചെയ്യാനുള്ളത് ആദ്യം ഇടണം. അതിനുശേഷം ഇങ്ങനെ ഇത് വരുന്ന സമയത്ത് നമ്മൾ എയർ മുകളിലേക്ക് വിൻഷീൽഡിലേക്ക് ഉള്ളുന്ന എയർ ഇട്ടുകൊണ്ട് നമ്മളിപ്പോൾ 22 ഡിഗ്രി 24 പോണിച്ചാൽ 32ലേക്ക് നമ്മൾ ടെമ്പറേച്ചർ ആക്കി ഒരു മിനിറ്റോ 2 മിനിറ്റോ ഓടിക്കഴിഞ്ഞാൽ ആ ഫ്യൂംസ് കംപ്ലീറ്റ് പോയിട്ട് ഇറ്റ് വിൽ ബി ഗെറ്റ് ക്രിസ്റ്റൽ ക്ലിയർ. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എപ്പോഴും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ക്രിസ്റ്റൽ ക്ലിയർ ആവും. ഈ ഒരു കാര്യം ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ വിമ്മിഷ്ടങ്ങൾ മാറി അയാൾ വളരെ ഹാപ്പി ആയിരിക്കും. അത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തേക്കോ, പറഞ്ഞ പ്രൊസീജിയർ. ഇപ്പം നമ്മളെ AC സാധാ കേസിൽ 2 AC വെന്റ് ഉണ്ട്. ഒന്ന് ഉള്ളിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നു, ഒന്ന് എയർ പുറത്തുനിന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ എയർ പുറത്തുനിന്ന് സെറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് ഇടുക. ഒന്ന്. രണ്ടാമത് നമ്മൾ ആ ഫ്യൂംസ് വരുന്ന സമയത്ത് AC ഈ വെന്റ് ഇതിന്റെ ഫാന് വിൻഷീൽഡിലേക്ക് ഇടുക. എന്നിട്ട് നമ്മുടെ ചൂടാക്കി ഇടണം. അപ്പൊ നമ്മൾ വിൻഷീൽഡിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുക. 32ലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റോ 2 മിനിറ്റ് കൊണ്ട് ആ കംപ്ലീറ്റ്. അതിനാണ് ആളുകൾ ഇത്രയും സാഹസപ്പെടുന്നത്. അതെ, അതിനിങ്ങനെ ഇത് വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ അയാൾ വിമർശാവും, പിന്നെ പ്രശ്നങ്ങൾ അയാൾക്ക് ഇതാവും. ഈ ടെൻഷൻ ഉള്ളവരോ സ്ട്രെസ് ഉള്ളവരൊക്കെ അത് കൂടും. അതൊക്കെ പല അപകടത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഫയർ ഓഫീസർ, ഈ വെള്ളത്തിൽ വീണിട്ടുള്ള അപകടങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ എടുക്കാൻ പോകുന്നത് ഈ പുഴയിൽ വീഴുന്നതും കിണറിൽ വീണും വെള്ളക്കെട്ടുകളിൽ വീഴുന്ന ആ സംഭവങ്ങളെക്കുറിച്ച്. ഈ ജനങ്ങൾക്ക് ഇത്രയും അപകടങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും ആളുകൾ അങ്ങോട്ട് പോകുന്നത്? അത് സംബന്ധിച്ച് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. നമുക്ക് ജനങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിലെ കാനകൾ ഇപ്പോൾ കാലവർഷം മുമ്പാട് വേസ്റ്റ് പല വേസ്റ്റും നല്ല മാലിന്യങ്ങളാണ്. അപ്പോൾ ആ ഓടകൾ ക്ലീൻ ചെയ്ത് വെള്ളം സുരക്ഷിതമായിട്ട് ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഒരുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കുകയും ചെയ്യും, റോഡ് പോകാതിരിക്കും. അപ്പോൾ റോഡിലെ കുഴിയിൽ വീണ് വെള്ളക്കെട്ടിൽ വീണുള്ള അപകടം ഒഴിവാക്കാൻ പറ്റും. പക്ഷേ വേറൊരു വിഷയമുണ്ട്. കേരളത്തിൽ സ്ലാബില്ലാത്ത ഓടകൾ സമൃദ്ധമാണ്, വെള്ളക്കെട്ടുകൾ സമൃദ്ധമാണ്. ഓടകൾക്കൊന്നും പരമാവധി ഇപ്പം തലശ്ശേരി പോലും ഓടയിൽ വിട്ട് ഒരാൾ മാറും. അപ്പോൾ അത് എന്തായാലും ഉണ്ട്. അതിന് ജനങ്ങൾ എന്നിങ്ങനെ ജാഗ്രത വേണം. കാരണം ഈ സാഹചര്യം മാറൂല. ഒറ്റയടിക്ക് മാറാൻ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച് തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം? അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ പെയ്യുന്നത് ഇപ്പോൾ സാർ പറഞ്ഞാൽ ഹെവി റെയിനാണ്. അപ്പം ധാരാളം വെള്ളം സ്റ്റോർ ചെയ്യപ്പെടും, ഓടകൾ ഒഴുകി പോകാൻ മേലാതെ. അങ്ങനെ വരുമ്പം നമ്മൾ ഈ നമ്മുടെ മെസ്സേജുകൾ ശ്രദ്ധിക്കുക, കാലാവസ്ഥ മെസ്സേജുകൾ ശ്രദ്ധിക്കുക. ഇപ്പം കാറ്റും മഴയും ഹെവി റെയിൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് കഴിയുന്നതും യാത്ര ഒഴിവാക്കുക. അതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഈ വെള്ളത്തിൽ വീഴുന്നവർ, ഇപ്പം ഈ അപകടത്തിലൊരുത്ത വെള്ളത്തിൽ വീണെന്ന് വെച്ചു, അവന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാനുണ്ടോ? ഇപ്പോൾ ഒരാൾ വീണു, ഇത് ഒരാൾ അപകടത്തിൽപ്പെട്ട് പുഴയിൽ വീഴുന്നു അല്ലെങ്കിൽ വെള്ളക്കെട്ടിൽ വീഴുന്നു, അവന് ചെയ്യാൻ പറ്റിയ ഒരു സുരക്ഷ, അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ടിപ്സ് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ, സിംഗിൾ ആണെങ്കിൽ നീന്തൽ പഠിക്കുക. നീന്തൽ അറിയാത്ത ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാം? നീന്തൽ അറിയാൻ പാടില്ലാതെ നമുക്ക് യാതൊരു മാർഗ്ഗവും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കാവുന്നു. വെള്ളത്തിൽ ഒഴുക്കിൽപ്പെടുന്നവരോ ഇപ്പം നമ്മൾ ഒഴുകിൽപ്പെടുന്ന നീന്തൽ പഠിക്കുക. നീന്തൽ പഠിച്ചാൽ തന്നെ പോരാ, നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ ചെറിയ ലൈസൻസ് എടുത്ത് കൊടുത്തിട്ട് അവർ ഹൈവേയിലേക്കോ അല്ലെങ്കിൽ ഈ തിരക്കൊരു ട്രാഫിക്കിലേക്ക് ചെല്ലുമ്പോഴുള്ള ബുദ്ധിമുട്ട് വരും. നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി അപകടം കൂടും. അതുകൊണ്ട് നമ്മൾ നിരന്തരമായിട്ട് അതിനൊരു പ്രാക്ടീസ് ചെയ്യും. പണ്ട് നമ്മൾ ചെറുപ്പകാലം മുതൽ എല്ലാവരും നീന്തി പഠിച്ച് കാരണവന്മാരുടെ കൂടെ നീന്തി നമുക്കൊരു ആത്മവിശ്വാസം. പണ്ട് കൂട്ടുകുടുംബം, ഇപ്പൊ അണുകുടുംബം ആയ സ്ഥിതിക്ക് എല്ലാവരും ബാത്റൂമിലാണ് പോയി. അപ്പൊ നമ്മൾ ഇവർ വെള്ളം കാണുമ്പോൾ ഇവർ ഒരു ആകാംക്ഷ വരുമ്പോൾ ഇവർ ചാടും. അപ്പോൾ അതുകൊണ്ട് നീന്തൽ പഠിക്കുക, നീന്തൽ പഠിച്ചാൽ പ്രാക്ടീസ് നേടുക. പിന്നെ ഇത് ഫ്ലോട്ടിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ അനങ്ങാതെ കിടങ്ങി പൊങ്ങിക്കിടക്കും. അത് നമുക്ക് നിരന്തരമായ അഭ്യാസത്തിലൂടെ സാധിക്കും. നീന്തൽ പഠിച്ച് ഇച്ചിരി എക്സ്പേർട്ട് ആക്കി നമുക്ക് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്ര എക്സ്പേർട്ട് ആണെങ്കിലും തണുപ്പുള്ള സ്ഥലത്തും നീന്തലുള്ള സ്ഥലത്തും അല്ലെങ്കിൽ മദ്യപിച്ച് അസുഖമൊക്കെ വന്നാൽ പെട്ടെന്ന് കുഴഞ്ഞു പോകും. മസിൽ പെയിൻ ഉണ്ടാകും, മസിൽ പിടിക്കും. അപ്പോൾ നമ്മൾ ഈ ഫ്ലോട്ടിങ് ശീലിച്ച് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ സുഖമായിട്ട്
പൊങ്ങിക്കിടക്കാം. അപ്പം നീന്തൽ പഠിക്കുക, അതിന് പ്രാക്ടീസ് നേടുക, ഫ്ലോട്ടിങ് പഠിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. പിന്നെ നീന്തൽ അറിയാൻ മേലാത്ത ഈ ബോട്ട് യാത്ര, അതുപോലെ ടൂർ പോകുമ്പോൾ ഉള്ള അവസരം, അവരങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് ലൈഫ് ജാക്കറ്റ് ഉണ്ടാവും. ലൈഫ് ജാക്കറ്റ് ഉണ്ട്, ലൈഫ് ബോയ് ഉണ്ടായി. അപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മോശമായി ഇടുന്നത് അപ്പം പലരും ഉപയോഗിച്ചതായിരിക്കും. അപ്പൊ അത് നല്ലൊരു ശതമാനം ആൾക്കാർ ഇടാൻ തയ്യാറാകുന്നില്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ മസ്റ്റായിട്ട് അത് നോക്കിയിട്ട് കാര്യമില്ല, ഡ്രസ്സ് നമ്മുടെ ജീവനാണോ വലുത്, നമ്മുടെ വലുത്. അപ്പൊ ഈ ബോട്ട് യാത്ര മറ്റുള്ള സവാരികളൊക്കെ നടത്തുമ്പോൾ ഈ ലൈഫ് ജാക്കറ്റ് മസ്റ്റായിട്ട് ഇട്ടാൽ എത്ര നീന്തൽ അറിയാവുന്നവർക്കും ഇതിന് തൽക്കാലം പൊങ്ങിക്കിടക്കും. പിന്നെ നമുക്ക് സൗകര്യം പോലെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഒരു കാരണവശാലും താന്നു പോവുകയാണ്. അതാണ് നീന്തൽ അറിയാൻ മേലാത്തൊരു ലൈഫ് ജാക്കറ്റ് ധരിക്കുക. നീന്തൽ അറിയാവുന്നവരും ലൈഫ് ജാക്കറ്റ്, നീന്തൽ അറിയാത്തവര് വെള്ളത്തിൽ പെടാതിരിക്കാൻ നോക്കുക. അങ്ങനെയുള്ള സാഹചര്യം നിന്ന് ഒഴിവായി നിൽക്കുക. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ലിബീഷ്, എന്തൊക്കെ മുൻകരുതലാണ് വൈദ്യുതി വകുപ്പുമായിട്ട് ജനങ്ങൾ എടുക്കേണ്ടത്? പല സ്ഥലത്തും ആളുകൾ ഷോക്ക് ഏൽക്കുന്നു. ചിലപ്പോൾ ലൈൻ കമ്പി പറഞ്ഞ പോലെ പൊട്ടി വീണ് കിടക്കുന്ന ആളുകൾ അറിയില്ല. ഇതെങ്ങനെയാണ് അത്തരം കാര്യങ്ങളിൽ സാധാരണ മനുഷ്യർ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ ഈ ലൈന് വൈദ്യുതിയുടെ ഒരു പ്രശ്നം നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റില്ല. ഒന്ന് മണത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു മണമുണ്ടെങ്കിലേ നമുക്ക്. അപ്പൊ അങ്ങനെ ഇപ്പൊ ലൈവായിട്ട് കിടക്കുന്ന ഒരു ഇതാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും നമ്മിപ്പോ കാറ്റുമഴക്കാണ് കൂടുതൽ നമ്മൾ ഈ ലൈനുകൾ പൊട്ടിക്കിടക്കുക. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളിപ്പോ ഏത് വഴിയിൽ പോവുകയാണെങ്കിലും അത് ഉടനടി നമ്മൾ അതത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ എവിടുന്ന് ഏത് പ്രദേശത്ത് വിളിച്ച് നമ്മൾ സ്ഥലം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ആ നമ്പറാണ് 94 96 01 01 01. 94 96 01 01. ആ നമ്പറിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലൈൻ പൊട്ടിയാൽ മാത്രം അറിയിക്കാൻ വേണ്ടി പറ്റുന്ന നമ്പറാണ്. അത് ഏത് പ്രദേശത്താണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതത് സെക്ഷൻ ഓഫീസുകളിലേക്ക് അവർ വിവരം നൽകി അവിടത്തേക്ക് ആളുകളൊക്കെ ഓർത്തിരിക്കണം. നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് സ്റ്റേ വയറിൽ നിന്ന് ഷോക്ക് ഏറ്റു. എന്താണ് ഈ സ്റ്റേ വയർ? എങ്ങനെയാണ് അതിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്നത്? സ്റ്റേ വയർ പൊതുവെ നമുക്കിപ്പോ സ്റ്റേ ഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് അത് നമ്മൾ ഈ സ്റ്റേ മീൻസ് 2 തരത്തിൽ ആൾക്കാർ ധരിക്കുന്നുണ്ട്. നമ്മൾ ഓഫീസിൽ വിളിച്ച് പറയുമ്പോൾ സ്റ്റേ വയർ എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റിനെ ബലപ്പെടുത്തി നിൽക്കാൻ വേണ്ടുന്നതാണ് നമ്മൾ സ്റ്റേ വയർ എന്ന് പറയുന്നത്. മറ്റേ നമ്മുടെ ഗെയ് വയർ സപ്പോർട്ട് കെട്ടി നിൽക്കുന്ന ആ കമ്പിയുണ്ട്. അപ്പൊ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഈ സപ്പോർട്ട് കെട്ടിയിട്ട് ചിലപ്പോൾ സർവീസ് വയർ താണിരിക്കുന്ന പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് ഈ അയലിന് പകരമായിട്ട് തുണി ഉണക്കാൻ വേണ്ടി സർവീസ് വയർമിൽ താഴ്ത്തിയിട്ടതായിട്ട് ചിലപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഇതേപോലെ മരം വീണിട്ടോ ഒക്കെ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയും ജോയിന്റോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ അങ്ങനെയുള്ള പ്രവണതകൾ ഒഴിവാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈൻ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ലൈന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 5.5 മീറ്ററിലേക്ക് നമ്മളൊരു അത്രയും ദൂരത്തേക്ക് മാറി നിൽക്കുക എന്നുള്ളതാണ് സേഫ്. നമ്മൾ എവിടെയും കണ്ടു കഴിഞ്ഞാൽ അത് ഈ വൈദ്യുതി പൊട്ടി വീട് കഴിഞ്ഞാൽ അതിന്റെ പ്രഭാവത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിനൊരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും. അപ്പൊ ഇതിന്റെ ആ സ്പ്രെഡിൽ നമുക്ക് വരുമ്പോഴാണ് നമ്മൾ സ്റ്റെപ്പ് പൊട്ടേഷൻസ് എന്നൊക്കെയാണ് അതിന് നമ്മൾ പറയാ. 2 കാലുകൾ ഇപ്പൊ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും ചിലപ്പോ എല്ലാവരും. ഈ ലൈന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അത് കാലെടുത്ത് വെച്ചിട്ട് മാറുന്നത് നമ്മൾ അവിടുന്ന് ഒരു ജമ്പ് ചെയ്ത് വേണ്ടി മാറണം. അപ്പൊ നമുക്ക് അതിന് നമ്മൾ ഇതിലൂടെ ഒരു പൊട്ടൻഷ്യൽ പോവുകയും നമുക്ക് ഷോക്ക് അടിക്കാൻ ഇടയാവുകയും ചെയ്യും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ലൈന് പോയി കഴിഞ്ഞാൽ അടുത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല. അങ്ങനെ കുട്ടികളാണെങ്കിൽ തന്നെ ഈ നമ്പറുകൾ നമ്മളിപ്പോ സ്കൂളുകളിൽ ഇപ്പൊ നമുക്കിപ്പോ ഈ സുരക്ഷാ മാനം എന്നുള്ള സെൻട്രൽ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പൊ രാജ്യത്ത് മുഴുവൻ ഇപ്പൊ ഈ ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ എന്നുള്ളത് സുരക്ഷാ വാരമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പോ സേഫ്റ്റി സ്റ്റാഫ് ഫ്രം സ്കൂൾ എന്നുള്ള രൂപത്തിലാണ് നമ്മളിപ്പോ കുട്ടികളുടെ ഇടയിൽ നിന്ന് സുരക്ഷ തുടങ്ങുക എന്നുള്ള രൂപത്തിലാണ് ഇപ്പോ ഇന്ത്യയിലെ എല്ലാ വൈദ്യുതി യൂട്ടിലിറ്റികൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഓഫീസ് പരിസരങ്ങളിൽ വരുന്ന സ്കൂളുകളിലൊക്കെ ഇതേപോലെയുള്ള ക്ലാസ്സുകൾ അങ്ങനെ നടത്തി കുട്ടികൾക്കൊക്കെ ബോധവൽക്കരണത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഇപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ വൈദ്യുതിയായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുടെ അതിന്റെ തീവ്രത ഇപ്പൊ നമുക്കറിയാം. ഷോക്ക് അടിച്ച ആൾക്കറിയാം അതിന്റെ എന്താണെന്നുള്ളത്. പലപ്പോഴും ഈ ഷോക്ക് അടിച്ചിട്ട് നമ്മൾ ഏകദേശം ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഗ്യം കൊണ്ട് തന്നെയാണ്.
ഇപ്പോൾ 30 മില്ലി ആംപിയറിൽ കൂടുതൽ, അതായത് 1 ആംപിയർ പോലും വേണ്ട, 30 മില്ലി ആംപിയറിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോയാൽ അത് നമുക്ക് ഷോക്ക് കേൾക്കുന്നവർ ജീവിച്ചിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഭാഗ്യമല്ലാത്ത കാര്യമുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ പ്രൊട്ടക്ഷൻ എടുക്കണം. നമ്മള് ഇപ്പൊ പലപ്പോഴും ഈ മഴക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പണ്ടിന്റെ ആയിരുന്ന ICTV മെയിൻ സ്വിച്ചുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നമുക്ക് കാണാം ഒരു ത്രൂ റാഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ അത് കരിഞ്ഞു പോയിട്ട് അത് ഷോക്ക് ഭൂമിയിലേക്ക് വൈദ്യുതി ഒഴുകി പോകാനിടയാവും. ആ സന്ദർഭങ്ങളിൽ നമുക്ക് ചില വീടുകളിലൊക്കെ അടുക്കളയിൽ ചെറിയ തരിപ്പ് അനുഭവപ്പെടുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ബില്ല് വരുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം വരിക. അത് നമ്മൾ അറിയാതെ ഈ പറയുന്നത് ഞാൻ ഉപയോഗിക്കാതെ വരുന്നു എന്നുള്ളതിന്റെ ആണ്. ആ സമയത്താണ് നമ്മൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. നമ്മൾ നോക്കുമ്പോൾ അവിടെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതേപോലെ മെയിൻ സ്വിച്ചിന്റെ റാഡ് കത്തിയിട്ട് വൈദ്യുതി ലീക്കായി പോയിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മൾ അറിയുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ELCB എന്ന് പറയുന്നത് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്ക്. ഇപ്പൊ നമ്മൾ RCCB എന്നാ പറയുന്നത്, സർക്യൂട്ട് ബ്രേക്കർ. എല്ലാവരും അത് വീടുകളിൽ അത് ഇല്ലാന്ന് RCCB ആണ്. ELCB എന്നുള്ള പണ്ട് നമ്മൾ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്ക്, അത് വോൾട്ടേജ് മാനദണ്ഡമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പൊ കറണ്ട് മാനദണ്ഡമായിട്ട് പ്രവർത്തിക്കുന്ന RCCB റിലേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമുക്ക് ആർട്ടിയോട് ചോദിക്കാം. ഈ ബസ്സുകൾ ഈ മഴക്കാലത്ത് പല സമയത്ത് പോകുന്ന കാണുമ്പോൾ മനുഷ്യർക്ക് അല്ലാതെ തന്നെ അവർ അമിത സ്പീഡാണ്. ഈ മഴക്കാലത്തും അവർ ഒരു നിയന്ത്രണവുമില്ലാതെ പായുന്നതാണ്. ഇപ്പം ഇന്ന് രാവിലെ പോലും തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുമ്പോൾ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയ ബസ്സുകൾ ആ പോക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. എന്തുകൊണ്ടാണ് അവരെ നമുക്ക് ഒരു ബോധം നൽകാൻ സാധിക്കാത്തത്? ബസ്സുകളുടെ കാര്യത്തിൽ ഇപ്പോൾ അവർക്ക് ടൈം അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ 2.5 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് പോകുന്ന രൂപത്തിലാണ് ടൈമിംഗ് കൊടുത്തിട്ടുള്ളത്. 1. 2, ഇതിൻ്റെ സ്പീഡ് ഒരു പർട്ടിക്കുലർ 60 കിലോമീറ്റർ കൂടുതൽ പോവുകയാണെങ്കിൽ കട്ട് ചെയ്യാനുള്ള വേഗമാനക സ്പീഡ് കൗണ്ടുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. പോരാത്തത് ഇപ്പം VLTDയും GPS സംവിധാനങ്ങളും എല്ലാ വാഹനങ്ങൾക്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് ഒക്കെ ആണെങ്കിൽ ചില സമയത്ത് ഈ സ്പീഡ് ഗവർണറുകൾ പ്രവർത്തിക്കാതെയും മറ്റു കാര്യങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ നാളെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ഡ്രൈവ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെ മോർണിംഗിൽ പ്രത്യേകിച്ച് ബസ്സുകളുടെ വേഗമാനകം, എയർ ഹോണ്, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പാടെ ബസ്സുകളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്. മാത്രമല്ല ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പല സ്ഥലങ്ങളിൽ ഇവർക്ക് ബോധവൽക്കരണ ക്യാമ്പുകളും കൊടുക്കാറുണ്ട്. പിന്നീട് വരുന്നൊരു കാര്യത്തിൽ ബസ് ഇൻഡസ്ട്രിക്ക് വരുന്ന ഇതാണ് ഒരു പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാവുന്ന മാക്സിമം എൻഫോഴ്സ്മെന്റ് കൊടുക്കുക. പണ്ട് 38,000 ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു 38,000 ബസ്സുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അത് 8,500 ബസ്സുകളുള്ളൂ. പക്ഷേ കണ്ണൂർ ജില്ല ബസ് പൊതുഗതാഗതം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകൾ വളരെയധികം റൺ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കാസർഗോഡ് നിന്ന് അല്ലെങ്കിൽ കണ്ണൂർ ടു കോഴിക്കോട് പോകുന്ന വാഹനങ്ങളായിരിക്കാം നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത്തരത്തിൽ പെട്ടെന്ന് ഞാൻ അതെ ദീർഘദൂര ബസ്സാണ്. അതിൻ്റെ ഒരു കാരണം ഇതാണ്. പിന്നെ ഇപ്പോൾ ഈ ഹൈവേ നടക്കുന്നത് കൊണ്ട് ചില സമയത്ത് ഈ റോഡുകൾ വീതി കുറഞ്ഞതും സിംഗിൾ ലൈൻ ആയതുകൊണ്ട് അതിനുള്ളിലുള്ളൊരു ആപേക്ഷിക സ്പീഡായിട്ടും അതിനെ കണക്കാക്കാവുന്നതാണ്. ഹൈവേ പോകുന്ന സ്പീഡ് അല്ല, സ്പീഡ് തന്നെ ഇവിടെ എടുക്കുന്നുണ്ട്. ചില സമയങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിന് എൻഫോഴ്സ്മെന്റ് കൂട്ടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. പല കോണുകളിൽ നിന്ന് ഇങ്ങനെ കംപ്ലൈന്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഇന്നലെ അടക്കം ഞങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്ത ഒരാളുടെ ലൈസൻസ് റദ്ദ് ചെയ്തിട്ട് മറ്റേ സസ്പെൻഡ് ചെയ്ത് അയാൾ ട്രെയിനിങ്ങിന് അയച്ചു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ള 5 days ട്രെയിനിങ് നിർബന്ധമായിട്ട് എടപ്പാൾ അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പെർമിറ്റ് ഇല്ലാതെ ഒരു വണ്ടിക്കാരനെ നമ്മൾ ഇരിട്ടി ഗുരുവായൂർ അവനെ ഇതേപോലെ അയച്ചു. അങ്ങനെ അതിൻ്റെ മുന്നേ ദിവസം പുതിയ തെരുവിൽ 2 ബസ്സുകൾ തമ്മിൽ മത്സരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെയാണ് ഫോർവേഡ് സംശയമുണ്ട്. അതിൻ്റെ ഭാഗത്ത് അവരെ നമ്മൾ ട്രെയിനിങ്ങിന് അയച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ തന്നെ ഇത് പൂർണ്ണമായി മാറി എന്ന് ഡിപ്പാർട്ട്മെന്റ് അതുകൊണ്ട് അതിൻ്റെ ഒരു മറ്റേ ശിക്ഷണ നടപടികളും വാച്ചിങ് മെഷേഴ്സും ഇനിയും കൂട്ടുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ബോധവൽക്കരണങ്ങളാണ് പൊതുസമൂഹത്തിന് നൽകുന്നത്? കാരണം ആളുകൾ അപകടത്തിൽപ്പെട്ടാൽ രക്ഷയ്ക്കെത്തുന്ന ഏറ്റവും ആദ്യം എത്തുന്ന ഒരു വിഭാഗം നിങ്ങളാണ്. നിങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അതിൻ്റെ മെത്തേഡ് എന്താണ്?
ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ മരം മുറിക്കുന്ന ഇതെല്ലാം പറഞ്ഞല്ലോ, പക്ഷെ എന്നാലും അതിന്റെ രണ്ടാമത് നമ്മൾ കണ്ടിന്യൂറ്റി ആയിട്ട് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ കുട്ടികൾ കോളേജിലെ കുട്ടികൾ വെള്ളത്തിൽ പോയി മരിച്ചു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അതിന് അവിടെ ഒരു അനുസ്മരണം ഒരു ബോധവൽക്കരണം വെച്ചിരുന്നു. അപ്പോൾ അതിനകത്തുള്ളത് കൂടുതലായിട്ടും കുട്ടികൾ ഈ സെൽഫി എടുക്കാനായിട്ട് ആണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഏത് വെള്ളത്തിൽ തന്നെയാണെങ്കിലും വ്യൂ പോയിന്റുകൾ ഒക്കെയുടെ സൈഡ് കഴിഞ്ഞ ദിവസം ട്രെയിനിന്റെ മുകളിൽ കൂടെ ഇറങ്ങുന്നത്. അപ്പോൾ ഇത് സെൽഫി എടുക്കുന്ന ഒരു സ്റ്റേജ് പലരും നമ്മളുൾപ്പെടെ പലരും സെൽഫിയോട് ഒരു ഭയമുണ്ടാകുന്നു. ഞാൻ എൻ്റെ ഒരു കണക്കൂട്ടലിൽ എൻ്റെ ഒരു നിർദ്ദേശം മെയിനായിട്ട് ഇപ്പം നമ്മൾ പണ്ട് മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇനി ഈ മൊബൈൽ അഡിക്ഷൻ സെന്റർ തുടങ്ങേണ്ട ഒരു സമയം ആയോ എന്നൊരു പ്രധാനപ്പെട്ട അതായത് ഒരു അങ്ങനെ ഒരു സംഭവം നമ്മൾ ഇനി കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിന് എന്താ വെച്ചാൽ കുട്ടികൾ മൊബൈൽ അഡിക്ഷൻ ഡി അഡിക്ഷൻ സെന്റർ അത് തുടങ്ങിയേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യം അതാണ്. ഈ സെൽഫിയാണ് പലപ്പോഴും കുട്ടികൾ തന്നെ പല വ്യൂ പോയിന്റിനും ഈ പറഞ്ഞ പോലെ മഴ സുന്ദരമാണെന്ന് പറയുന്നത് പുഴകൾ കവികളൊക്കെ നമ്മൾ പറഞ്ഞു നല്ല രീതിയിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഈ പുഴകൾ കാണുമ്പോൾ നല്ല ശാന്തമായിട്ട് ഒഴുകി ആ പ്രദേശം പോയി ഒന്ന് കാണണം. നല്ല ഭംഗിയായിട്ട് നമുക്ക് അതിനോടൊരു ആകർഷണീയ തോന്നും. നമ്മൾ സൈഡിൽ നിന്ന് എടുക്കും, പിന്നെ ഇറങ്ങിയെടുക്കും. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇറങ്ങിയെടുക്കുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന സുന്ദരമായ പുഴയുടെ അടിയിൽ രൗദ്രഭാവം ഉണ്ടോന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. അതായത് അടിയൊഴുക്കുകളുണ്ടാകാം, ചെളി നിറഞ്ഞ കുഴികളുണ്ടാകാം, പാറക്കെട്ടുകളുണ്ടാകും, പിന്നെ മരങ്ങൾ ഒഴുകി വന്നു തടഞ്ഞു നിർത്തുക, അതിൻ്റെ വേരുകൾ. ഇതിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടാവസ്ഥ ആണ് കാണുന്നത്. നമ്മളത് അടിത്തട്ട് കാണുന്നു. നമ്മൾ മോള് കണ്ട് ഇറങ്ങി നിന്ന് സെൽഫി എടുക്കൽ കടവുകളിൽ ഇറങ്ങുമ്പോൾ അടിത്തട്ടിലെ സംഭവവാസങ്ങൾ എന്താണെന്ന് ആരും ശ്രദ്ധിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അപകടത്തിൽപ്പെടുന്നത്. ഇങ്ങനെ അപകടത്തിൽപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ കൂടെ ആൾ പെട്ടെന്ന് ചാടി നമ്മൾ രക്ഷപ്പെടുത്താം. അപ്പം അങ്ങനെ രക്ഷപ്പെടുത്തുമ്പോൾ നമ്മൾ ഒരു മെത്തേഡ് ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമ്മൾ മുന്നിലൂടെ ചെന്ന് അയാളെ രക്ഷപ്പെടുത്താൻ 90% അപകടങ്ങൾ കാണും. ഒരാളുടെ നമ്മുടെ സഹപ്രവർത്തകർ അന്നേരം നമുക്ക് ആത്മാർത്ഥ കൂടി നമ്മളത് എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ളത്. അപ്പം മുന്നിലൂടെ ചെല്ലുമ്പം ഇയാൾക്ക് നീന്തറിയാൻ നമ്മളെ കെട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ചലിക്കാൻ പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റില്ല. അതാണ് 90%. എങ്ങനെ അതിനാണ് മുന്നിലൂടെ ചെന്ന് സാധാരണ നടക്കുന്ന മുന്നിലൂടെ കൊണ്ടു അത് ഒരു കാരണവശാലും ഉണ്ടാകാതെ പുറകിലൂടെ ചെന്ന് മുടിക്ക് പിടിക്കുക. പുറകിൽ കൂടെ നമ്മൾ അറ്റാക്ക് ചെയ്യുക, മുടിക്ക് പിടിക്കുക. അല്ലെങ്കിൽ മുടി കുറവാണ് കോളറിലെ ഡ്രസ്സിനെ പിടിച്ച് നമ്മൾ വലിച്ച് കൊണ്ടുവരണം. അതായത് പുള്ളിക്ക് നമ്മളെ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുക്കുക. അതിനകത്ത് പുള്ളി മരണപ്രാളത്തിൽ നിൽക്കുക. അപ്പൊ നമുക്ക് നീന്തലറിയാം, നമ്മളെ രക്ഷിക്കും എന്നുള്ളൊരു വരുമ്പോൾ നമ്മളെ അറിയാമെങ്കിലും നമ്മൾ പെട്ടു. അപ്പൊ അങ്ങനെയാണ് നീന്തൽ അറിയാവുന്നവരും കഴിഞ്ഞ ഈ കൊച്ചിനെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് അതാണ് 90% അപകടം നടക്കും. ഒരാൾ പെട്ടെന്ന് നമ്മൾ ചാടും, ആൾ ഓടിച്ചെന്ന് പിടിക്കും. അവര് നമ്മളെ വട്ടത്തിൽ പിടിച്ച് രണ്ടുപേർക്കും ചലിക്കാൻ മേലാത്ത ഒരു സാഹചര്യം ഉണ്ട് പറഞ്ഞു. അപ്പൊ അതിന് നമ്മൾ പുറകെ കൂടെ ചെന്ന് ഇയാളുടെ പുറകെ കൂടെ ചെന്ന് ഷർട്ട് അല്ലെങ്കിൽ മുടിക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് വേണം രക്ഷപ്പെടുത്താൻ. പിന്നെ നമ്മളൊരു 3 മിനിറ്റ് അല്ല 5 മിനിറ്റ് ജീവൻ നിൽക്കില്ല വെള്ളത്തിൽ പോയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഫയർഫോഴ്സ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു വെച്ച് രക്ഷപ്പെടുത്താൻ നടക്കുക. അപ്പൊ കൂടെ നിൽക്കുന്ന ആൾ കരയ്ക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നേരം നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്തും ഉപകരണങ്ങളാണ്. പെണ്ണുങ്ങളാകുമ്പോൾ ഷാൾ ഉണ്ടാവും. ഈ ഷാൾ അങ്ങ് ഇട്ട് കൊടുത്താൽ പിടിച്ച് നമുക്ക് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദൂരപ്പാലും അതിൽ പിടിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് രക്ഷിക്കാൻ പറ്റും. അതുപോലെ സമൂഹത്തിന്റെ ഓലമടല്, വള്ളികള്, വടികള്, അവിടെ എന്താണോ നമുക്ക് അനുയോജ്യമായി അവൈലബിൾ ആകുന്നത്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് അവരെ വിളിച്ചിട്ട് അങ്ങനെ കൂട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ആ സെക്കൻഡ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ പാലിട്ട് കാണുന്നതിന് അതേ ഊരി അങ്ങ് ഇട്ട് കൊടുത്താൽ തന്നെ നമുക്കൊരു ലെങ്ത് കിട്ടും. അപ്പൊ അവർക്ക് അത് കിട്ടും. അപ്പൊ 2 കാര്യം, അവരും രക്ഷപ്പെടും, രക്ഷപ്പെടുത്തുന്നവരും രക്ഷപ്പെടും. അപ്പൊ അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ അറിവില്ലായ്മയാണ് ഈ ഇരട്ട മരണങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം. അത് നീ ഒന്നാർക്ക് ഫ്രണ്ട് പിടിക്കും ഇങ്ങനെയുള്ള. അപ്പൊ തൊട്ടടുത്ത് ഒരു ഓലമടൽ കാണാൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരു 6 അടി ലെങ്ത് കിട്ടും. അത് പിടിച്ചാൽ ഷാള് കാണും. ആണുങ്ങളാണ് പാലോ അല്ലെങ്കിൽ ഷർട്ടാണ് ഊരി ഇട്ട് കൊടുത്താൽ നമുക്ക് സെക്കൻഡ് നേരുണ്ട്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. 2ാമത്തെ സ്റ്റെപ്പ് എന്ന് വേണം നമ്മൾ ചെന്നിട്ട് പുറകിലൂടെ ചെന്നിട്ട് പിടിക്കുക, മുടിയിൽ പിടിക്കുക, പിൻഭാഗത്തില്ല നമ്മളെ ആള് തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക.
തിരിച്ചു പിടിച്ചാൽ എത്ര നീന്തൽ അറിയാവുന്ന രണ്ടുപേരും, അതാണ് 90% കാണും. മരണം, ഒരു മരണത്തിന് പകരം 2 മരണം ഉണ്ടാകും. ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഈ ചെളിയിൽ കൊണ്ടുപോകുന്ന സംഭവങ്ങളുണ്ടല്ലോ, അത്തരം സംഭവങ്ങൾ എങ്ങനെയാണ്? അത് ഇപ്പം നമ്മളിപ്പോ നമുക്ക് നല്ല പുഴ അടിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണും, കാൽ ചവിട്ടി കഴിഞ്ഞാൽ ചെളിയാണ്. അപ്പൊ നമ്മൾ അത് ആ ചെളിയിൽ നിന്ന് ഉയരാൻ വേണ്ടിയിട്ട് മറ്റേ കാൽ ചവിട്ടിയെങ്കിലല്ലേ നമുക്ക് ഒലിക്കാൻ പറ്റും. അപ്പൊ 2 കാലും പോയി പോകും. കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ കൈയിട്ട് നല്ലോണം തുഴഞ്ഞ് ബാലൻസ് ചെയ്ത് കാല് പറിച്ചെടുക്കുക എന്നല്ലാതെ ഒരു കാലം അടുത്ത കാലം കൂടി അല്ലാതെ നമ്മൾ അതേ സാധാരണ ചെയ്യുന്ന ഒരു കാല് തെന്നിയിട്ട് നമ്മൾ പെട്ടെന്ന് അടുത്ത കാലും, അപ്പൊ 2 കാലും പോകും. 2 കാലും ചലിക്കാൻ പറ്റാതെ പിന്നെ നമുക്ക് നമ്മുടെ കൈകളുണ്ട്. അപ്പൊ പിന്നെ ഇതിന്റെ അകത്ത് പാനിക്കാതെ പേടിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർന്നു. പ്രത്യേകിച്ച് വെള്ളത്തിൽ പേടിച്ചു കഴിഞ്ഞാൽ പനി അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കാല് അതിൽ തെളിയിക്കാതെ ഊരാനുള്ള സംവിധാനം, പൊക്കിയെടുക്കാനുള്ള സംവിധാനം സാവകാശം ചെയ്യുക എന്നുള്ളൂ. നമ്മളെ നാട്ടിലാണ് ഈ കാലവർഷത്തിലാണ് വിദ്യാലയങ്ങൾ തുറക്കുന്നത്. എപ്പോഴും മഴ നനഞ്ഞ് സ്കൂളിൽ പോയൊരു അനുഭൂതിയാണ് നമ്മുടെ അധ്യയന വർഷത്തിൽ നമ്മുടെ ഓർമ്മയിലുണ്ട് ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ. കാറ്റ് കുട മാറിപ്പോയിട്ടൊക്കെ നല്ല രസമാണ്. പക്ഷേ ഈ മക്കൾക്ക് ഈ മഴക്കാലത്ത് റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവർ പുലർത്തേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് രക്ഷിതാക്കളും മനസ്സിലാക്കണം, കുട്ടികളെ ബോധവൽക്കരിക്കുകയും ചെയ്യണം. എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും? റോഡിലൂടെ കുട്ടികൾ എപ്പോഴും വലതുവശം ചേർന്ന് നടന്നു പോവാവും നിർബന്ധമായും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ ഇന്ത്യൻ റോഡിൽ ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ടാണ് വരുന്നത്. അപ്പോൾ മുഖ്യ ശത്രു ആക്രമിക്കുന്നത് നേരിട്ടാണ്. അതാണ് അതിന്റെ. പക്ഷേ കോഴിക്കോട് ബസ് വരുന്ന കുട്ടി ഹാർട്ട് അറ്റാക്ക് വരും. കുട്ടി അല്ല, നേരെ വലതുഭാഗം നടക്കുന്ന ഒരു കുട്ടിയുടെ നേരെ ഒരു ബസ് വരുന്ന കണ്ടാവും ബേജാറല്ല. വലതുഭാഗത്തേക്ക് കവർ നിന്ന് അവർക്ക് മാറാൻ എളുപ്പമാണ്, ബാക്കിൽ നിന്ന് കാണുന്നില്ലല്ലോ. അതാണ് അതിന്റെ വലതുഭാഗം ചേർന്ന് നടക്കുക എന്നുള്ള കുട്ടികൾ ചെയ്യുക. അതേപോലെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അത് LP സ്കൂളൊക്കെ നമ്മൾ ഡ്രില്ല് കൊടുക്കാറുണ്ട്. അതുമാതിരി അധ്യാപകരുടെ ക്ലാസ്സുകളിൽ കൊടുക്കുന്നത് വളരെ ചുരുക്കം. ഒരു സ്കൂളിൽ പോയ ഒരു 10 കുട്ടികൾ അത് ടീച്ചേഴ്സ് അത് സ്പ്രെഡ് ചെയ്യണം. ലുക്ക് റൈറ്റ്, എന്തൊക്കെയാണ്, ദെൻ ലെഫ്റ്റ്, ദെൻ അഗൈൻ ക്രോസ്, ദെൻ റൈറ്റ്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വെച്ചാല് റൈറ്റ് സൈഡ് വലതുഭാഗം നോക്കുക. വണ്ടികൾ വല്ലതും വരുന്നുണ്ടോ ഇല്ല, ഇടതുഭാഗത്ത് അപ്പുറന്ന് വരുന്നുണ്ടോ നോക്കുക. ദെൻ അഗൈൻ വലതുഭാഗം നോക്കണം. എന്നിട്ട് റോഡിന്റെ പകുതി ക്രോസ് ചെയ്യണം. പകുതി ക്രോസ് ചെയ്തിട്ട് പിന്നെ കുട്ടി ലെഫ്റ്റിക്ക് നോക്കണം. കാരണം ലെഫ്റ്റ് എന്നിട്ട് ക്രോസ് ചെയ്യണം എന്ന രൂപത്തിലാണ് നമ്മൾ. അപ്പൊ പല കുട്ടികളും മറ്റേ തമാശ രൂപത്തിൽ കാര്യമുണ്ട്, അപ്പൊ വണ്ടി വന്ന് തട്ടൂലെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് വെച്ചാൽ ഇതിനെ പ്രൊഫഷണലായിട്ട് ഈ ഡ്രില്ല് പ്രാക്ടീസ് സ്കൂളുകളിൽ ചെയ്യണം. അതിലൊരു വിഷയമുണ്ടല്ലോ, നമ്മുടെ ഈ വാഹനങ്ങളും ലെഫ്റ്റും റൈറ്റും അല്ലല്ലോ ഇപ്പോൾ ഓടുന്നത്. അല്ല, അതങ്ങനല്ല. സിംഗിൾ പഞ്ചായത്ത് റോഡുകളിലെ ഒരു സിസ്റ്റം അല്ല ഈ പറയുന്നത്. പഞ്ചായത്ത് റോഡാണെങ്കിലും നമ്മളൊരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന 2-3 സ്ഥലമുണ്ട്. ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, ഒന്ന് സൈഡ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വരുന്ന സമയത്ത്, ഒന്ന് പമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത്. ഈ 3 സമയത്തും കാരണം എന്തുകൊണ്ടാണ്? റൈറ്റ് സൈഡ് നോക്കാണ്ടാണ്. നോക്കൂല. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗേറ്റ് ഉണ്ടാവും. ഈ ഗേറ്റ് വരുമ്പോൾ സപ്പോസ് നിങ്ങൾ കാറായിട്ട് ഇറങ്ങാണ്, നിങ്ങൾക്ക് എപ്പോഴും നോക്കാൻ ഇഷ്ടം എങ്ങോട്ടാണ്? ലെഫ്റ്റിൽക്കാ. കാരണം യു ആർ ഹാവിംഗ് ഗെറ്റ് മോർ വിഷൻ ടു ലെഫ്റ്റ്. റൈറ്റ് സൈഡ് റെസ്ട്രിക്ഷൻ അല്ലേ? അതേസമയം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിന്റെ ബോണറ്റും കൂടി കഴിഞ്ഞിട്ടാണ് നമുക്ക് വിസിബിലിറ്റി വരുന്നത്. ആ സമയത്ത് എന്ത് പറ്റും? വണ്ടി വരും. അതെങ്ങനെ കവർ ചെയ്യും? അല്ല, ഇത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ വെഹിക്കിൾ പോപ്പുലേഷൻ, പ്രത്യേകിച്ച് കാർ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലാണ്. കാരണം നമ്മളുടെ അടുത്ത് 24% പോപ്പുലേഷനാണ് കാറിന്റെ. ബാക്കി ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലെ ബിലോ 10 ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇവിടെ 1,75,00,000 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ചെറിയൊരു സ്ഥലമാണ്. അപ്പൊ ഇതിൽ വെഹിക്കിൾ പോപ്പുലേഷൻ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും 4-5 വണ്ടികളാണ്. കാരണം വെച്ചാൽ 2 പേർക്ക് ഒരു വണ്ടി എന്ന നിലക്ക് നമ്മൾ ഇവിടെ ഇപ്പൊ ഉണ്ട്. 3,33,00,000 എത്ര ഉള്ളിച്ച 1,75,00,000 വാഹനങ്ങളുണ്ട്. പുതിയ ജനസംഖ്യ. അപ്പൊ നമ്മൾ പറയുമ്പോ അപ്പൊ നമ്മൾ ഈ ഒരു ഹസാർഡ് നമ്മളെല്ലാവരും ഓർക്കണം. നമ്മളെല്ലാവരും ഇതിന്റെ ഫ്രൂട്ട് എടുക്കുമ്പോൾ
അതിന്റെ ബിറ്റർ എക്സ്പീരിയൻസ് ഫ്രം ദ ബിഗിനിങ് വീട്ടിൽ നിന്ന് തുടങ്ങണം, സ്കൂളിൽ ജനസംഖ്യയുടെ പകുതി പകുതിക്ക് കൂടുതൽ വാഹനങ്ങൾ. അപ്പൊ അതിന്റെ ഒരു ഹസാഡസ്, റോഡ് കൂടുതലില്ല. ഇന്നിപ്പോ ഒന്ന് കോഴിക്കോട് പോകണമെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ എടുക്കുന്നില്ലേ? കണ്ണൂരിൽ പോകാൻ 4 മണിക്കൂർ, ട്രെയിൻ എടുക്കുമ്പോൾ ഒരു 1.5 മണിക്കൂറിൽ 1 മണിക്കൂർ. അല്ല, ഇതാണ് വ്യത്യാസം. അപ്പൊ ഇത് ആകെ ഇപ്പൊ പുതിയ റോഡുകൾ വരിക, കുറെ വ്യത്യാസം. സ്കൂൾ കുട്ടികളെ ആശ്രയിക്കുന്ന ഏറ്റവും സ്വകാര്യ ബസ്സുകളെയാണ് നമ്മുടെ ഇവിടുത്തെ ബസ്സുകളുണ്ട്. ബസ് യാത്രയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ചില അവകാശങ്ങളില്ലേ? ഉണ്ട്. അതൊക്കെ എത്രമാത്രം നമുക്ക് പാലിക്കപ്പെടുന്നത്? കുട്ടികൾ ആ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? ബസ് ജീവനക്കാർ എന്തെല്ലാം ശ്രദ്ധിക്കണം? കുട്ടികൾക്ക് ഇപ്പോൾ ഗവൺമെന്റ് മറ്റേ +2 വരെയുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ, മറ്റേ വളരെ ചുരുങ്ങിയ പൈസയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്കും നമ്മൾ പാസ് കൊടുക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഗവൺമെന്റ് അനുവദിച്ച എല്ലാവിധ സൗകര്യവും കൊടുത്തേ പറ്റൂ. ഈ കുട്ടികളെ എപ്പോഴും ക്യൂ നിർത്തുന്നതിനെ അത് അങ്ങനെ പാടില്ല. കുട്ടികൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. ദേ ആർ ആൾസോ സിറ്റിസൺസ്, ദേ ഹാവ് ഈക്വൽ റൈറ്റ്സ്. അത് കുട്ടികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റേടൊക്കെ വന്ന് പല കംപ്ലൈന്റ് വരുമ്പോൾ നമ്മുടെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും മറ്റു സ്ക്വാഡും പോയി ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ ജില്ലയിൽ നമ്മുടെ മറ്റേ സ്ട്രെങ്ത് വളരെ കുറവാണ്. അത് ഓരോ സ്ഥലത്തും അങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഇത് നമ്മൾ പോലീസും അത് ചെക്ക് ചെയ്യുന്നുണ്ട്, ഹോം ഗാർഡിനൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, കുട്ടികൾ ചെയ്യേണ്ട കാര്യം ബസ്സിൽ ബോർഡ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഫ്രണ്ടിൽ ബോർഡ് ചെയ്യുമ്പോൾ, അഥവാ സ്ലിപ്പായി താഴെ പോവുകയാണെങ്കിൽ നേരെ അടിയിലേക്കാണ് പോവുക, ടയറിൻ്റെ അടിയിലേക്ക് പോവുക. അത് ഈ കയറുന്ന ആളുകളും നമ്മൾ ബസ്സിലെ ഡ്രൈവറും ക്ലീനർമാരും ഒക്കെ നമ്മൾ ബോധവൽക്കരിക്കുന്നത്. അഥവാ സ്ലിപ്പ് ചെയ്താൽ X or Y അവർ പോകുന്ന അടിയിലേക്കായിരിക്കും. അത് വലിയൊരു ഹസാർഡാണ്. അതേപോലെ പിന്നെ മാത്രമല്ല, ഒക്യുപ്പൻസി റേഷ്യോ ബസ്സിൽ ഒരിക്കലും നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. ബസ്സിൽ ഇപ്പോൾ ഇത്ര സീറ്റിംഗ് കപ്പാസിറ്റി, ഇത്ര സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാനുള്ള, കാരണം ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ടുള്ള ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ 38,000 ബസ്സിന് പകരം 8,500 ബസ്സേ ഇപ്പോൾ ഉള്ളൂ. ഈ ജാതി പ്രശ്നങ്ങളൊക്കെ വരുന്നതൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി പ്രശ്നങ്ങളുടെ ഇടയിലും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ സ്കൂൾ ബസ്സുകൾ കുറേ വിധം സ്കൂളുകൾ ഇൻക്ലൂഡിങ് ഗവൺമെൻറ് സ്കൂളുകളടക്കം ബസ് ഉപയോഗിക്കൽ തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും അത് മറ്റേ മാക്സിമം ആണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 20% അതിൻ്റെ മറ്റേ എന്താണ് യൂട്ടിലിറ്റി സർവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതിന് സ്കൂൾ ബസ്സുകളുടെ സൗകര്യം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തും ഇതിൽ ചെയ്തിട്ട് പോയി നമ്മൾ ഇതിനെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നതുപോലെ. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളും മറ്റുള്ളവരും വളരെ സഹകരണത്തോടായതുകൊണ്ടാണ് ഇതൊന്നും പോരാ. അവർ രണ്ടുപേരും സഹകരിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വ്യക്തമായി നോക്കിയാൽ കാണാം. ചെറിയ പരാതികളേ ഉള്ളൂ. ചെറിയ പരാതി. ഇപ്പോൾ താങ്കൾ നമ്മൾ പറഞ്ഞതിൽ ഫയർ ഓഫീസർ താങ്കൾ പറഞ്ഞതിൽ വെള്ളവും വൈദ്യുതിയും പറഞ്ഞു. വേറെ എന്തൊക്കെ അപകട സാധ്യതകളാണ് ഈ കാലവർഷത്തിൽ നമ്മൾ നേരിടാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ ഒരു അനുഭവത്തിൽ? കാലവർഷത്തിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ അതുതന്നെക്കാളും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ഗൾഫ് മേഖലയിൽ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. അത് ഉണ്ടായതിൽ അതിന്റെ വിഷൻ കണ്ടപ്പോൾ നമ്മൾ കണ്ടിരുന്നത്, നമ്മൾ കൂടുതലും ഒരു തീപിടുത്തം അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തല്ല ഉണ്ടാകുന്നത്. ഒരാളൊരു അപകടം ഓടുമ്പോൾ കുറച്ച് പേര് മറിഞ്ഞു വീഴും, അതിന്റെ മുകളിൽ ചവിട്ടിയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 പേരെ മരിക്കുന്നു. ഇത് ആൾക്കാർ പാലിക്കായിട്ട് 4 പാട് ഓടുമ്പോൾ മറിഞ്ഞു വീണ് അവരെ ചവിട്ടി ഓടുമ്പോൾ അപകടമുണ്ട്. അവരെ സംഭവിച്ചിരിക്കുന്ന തീ പിടിച്ചു കഴിഞ്ഞ് വരുന്ന മുകളിലേക്ക് വീഴും. അപ്പൊ നമുക്ക് തീ താഴം വഴി പയ്യെ നമ്മൾ തന്നെ തവിലിട്ട് തറവഴി പോവുകയാണെങ്കിൽ പകുതി പോകാം. പകുതി ഒത്തിരി പേര് പോകാൻ ശിക്ഷ മരിച്ചു. അപ്പൊ നമ്മൾ കുനിഞ്ഞു പോവുകയാണെങ്കിൽ അത്ര ഉണ്ടാകില്ല. പിന്നെ നമ്മുടെ എല്ലാ മുഖത്ത് ടവൽ, നമ്മൾ ടവലുണ്ട് മുഖത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. കുനിഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് ആ ഒരു അപകടത്തെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മുടെ എല്ലാ ബിൽഡിങ്ങും 90% ബിൽഡിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെയിൻ സ്റ്റെയർ ഉണ്ടായിരിക്കും, ഫയർ സ്റ്റെയർ ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് ഒരു തീപിടുത്തം ഉണ്ടായാൽ എടുത്തുനിന്നുള്ള പമ്പുകളും പുകയുണ്ടായാൽ ഡിറ്റക്ട് ചെയ്യുന്ന ഡിറ്റക്ടറുകളും സ്പ്രിംഗ്ലറുകളും എല്ലാ സംവിധാനങ്ങളോടെ ഉണ്ടാക്കിയിരിക്കും. ഇത് പലപ്പോഴും ഈ ബിൽഡിങ്ങിന്റെ പെർമിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഒരു ഉപാധിയായിട്ട് ഇതിന്റെ ബിൽഡേഴ്സ് കാണുന്നു. അത് നമ്മൾ സ്ഥിരം മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അതായത് ഫയർ സ്റ്റെയർ, അവിടെ അവർ ഫയർ സ്റ്റെയർ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്നു എല്ലാവരും ചാടുന്നു. പക്ഷേ ഈ ഇങ്ങനെയുള്ള അപകടം ഫയർ സ്റ്റെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുകയുടെ പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ ആ ബിൽഡിങ്ങിന് ഫയർ സ്റ്റെയർ ഉണ്ടായിട്ട് ഞാൻ കണ്ടില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ ഫയർ സ്റ്റെയർ എപ്പോഴും എക്സ്റ്റേണൽ. അപ്പൊ നമ്മൾ എല്ലാവരും ഫയർ സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പുകയില്ലാതെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ഫയർ സ്റ്റെയർ നല്ലൊരു ശതമാനം ബ്ലോക്ക് ചെയ്തിട്ട്
വേസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ സൂക്ഷിച്ച് ഡംപ് ചെയ്യാനുള്ള ഒരു കേന്ദ്രമായിട്ട് മാറ്റി. അപ്പൊ അതിന് നമ്മൾ മുന്നോടിയായിട്ട് എല്ലാ ബിൽഡിങ്ങിലും കൂടുതൽ ഫ്ലാറ്റുകളിലൊക്കെ നമുക്ക് അവരെ ഓണേഴ്സിനെ വിളിച്ച് ഹോസ്പിറ്റലുകളെല്ലാം ഇതിനെക്കുറിച്ച് നിരന്തരമായി ഇപ്പോഴും ക്ലാസ് നടന്നുകൊണ്ടിരിക്കും. അവർ നമ്മൾ ആവശ്യപ്പെട്ട താല്പര്യപ്പെടുക. എന്നാലും നമ്മൾ പല പ്രാവശ്യം അവരോട് എന്ന് പറയുമ്പോഴാണ് അവർക്ക് പലപ്പോഴും പല ബഹുനില കെട്ടിടങ്ങളുടെ അടിയിൽ വെള്ളം കയറുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഏരിയയിൽ വെള്ളം കയറുക, പാർക്കിംഗ് ഏരിയ പിന്നീട് കടമുറികളായി മാറുക, ആ കടമുറികളിൽ വെള്ളം കയറുക, ഇതിനെല്ലാം എങ്ങനെയാണ്? അത് നമ്മൾ പാർക്കിങ്ങിനായിട്ട് തന്നെ അപ്രൂവ്ഡ് പ്ലാൻ കൊടുക്കും. പാർക്കിംഗ് ആയിട്ട് തന്നെയാണ്. ഇപ്പൊ പാർക്കിംഗ് ആയ പല സ്ഥലങ്ങളും കടമുറികളായി മാറി. ഫയർഫോഴ്സ് അത് പരിശോധിക്കേണ്ടത് നമ്മൾ അത് ഇപ്പം നേരത്തെ അറിയില്ല. അത് കുറച്ച് ഒരു 5 വർഷമായിട്ട് അത് രണ്ടാമത് റിന്യൂവൽ ഉണ്ട്. അപ്പൊ റിന്യൂവൽ ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെയുള്ള റിന്യൂവൽ ചെയ്യാൻ വരുമ്പോഴല്ല, അല്ലാതെ തന്നെ ഫയർഫോഴ്സിന് ഇത്തരം കെട്ടിടങ്ങൾ പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. പരിശോധിക്കാറുണ്ട്, ലെറ്റർ കൊടുക്കാറുണ്ട്. ഇവിടുത്തെ അതിന്റെ അകത്തൊരു നിയമം ഇപ്പം മോട്ടോർ വാഹനങ്ങള് മറ്റുള്ള യൂണിവേഴ്സ് സർവീസിന് കേസ് എടുക്കാനോ അല്ല ആക്ഷൻ എടുക്കാനുള്ള അധികാരമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു നടപടി ചെയ്യാൻ നോട്ടീസ് കൊടുക്കുക. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ബന്ധപ്പെട്ട പഞ്ചായത്താണെങ്കിൽ ലൈസൻസ് ബന്ധപ്പെട്ട പഞ്ചായത്ത് അല്ലെ മുനിസിപ്പാലിറ്റി ലെറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ അപകടമുള്ള ജസ്റ്റ് കളക്ടർക്ക് ലെറ്റർ കൊടുക്കുക. അതല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ റോളില്ല. തിരിച്ചു വരാം. വൈദ്യുതി വകുപ്പ് ഇപ്പൊ പറഞ്ഞു സ്റ്റേ വയർ, തുണി ഉണക്കാടുന്നത്. വേറെ എന്തൊക്കെയാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൈദ്യുതി? അതെ 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 അതാണെന്ന് നമുക്ക് പൊതുവിൽ പറയാനുള്ളത്. ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പശുവിനെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പശുവിനെ കൊണ്ടൊക്കെ കെട്ടി കുറച്ച് കഴിയുമ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ഇൻസുലേറ്ററൊക്കെ ഏതെങ്കിലും തകരാറ് അല്ലെങ്കിൽ മെയിൻ ലൈനിൽ ഫ്ലാഷ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവഴി ഇൻസുലേറ്റർ വലിയ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതുവഴി ഇൻസുലേഷൻ നഷ്ടപ്പെട്ടുകൊണ്ട് ഇതിലേക്ക് വരികയും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കന്നുകാലി അല്ലെങ്കിൽ എന്താണോ അതിന് കെട്ടിയിരിക്കുന്നത് നഷ്ടപ്പെടാനുള്ള ഒരു പ്രവണത. പിന്നെ കൂടുതൽ വരുന്നത് ഇപ്പോൾ ഈ നമ്മുടെ തോട്ടി ഉപയോഗിച്ചുകൊണ്ട് ഈ ചക്ക, മാങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരുമ്പ് തോട്ടി ഉപയോഗിച്ചുകൊണ്ട് വളരെയേറെ ജീവൻ ഇപ്പോൾ കേരളത്തിൽ തന്നെ പൊതുവിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ചക്കയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വേറെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ പേരക്ക ആയിക്കോ അല്ലെ അങ്ങനെയുള്ള ചെറിയ ഇപ്പോൾ എല്ലാം ഹൈബ്രിഡ് നമുക്ക് 2 വർഷം കൊണ്ട് കായ്ക്കുന്നതാണല്ലോ നമ്മൾ നടുന്നത്. അപ്പം ഇതൊക്കെ ചെറിയ സ്ഥലങ്ങളെ ഇപ്പോൾ അണുകുടുംബമായിട്ട് ചെറിയ സ്ഥലങ്ങളേ ഉള്ളൂ. പക്ഷേ ആ ലൈനിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് ഇത്തരം കാര്യങ്ങൾ വെക്കുകയും നമ്മുടെ മക്കൾ തന്നെയാണ്, വീട്ടിലുള്ള മക്കൾ തന്നെ ഇവർ 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് കായ്ഫലം വരിക. ഞങ്ങൾ ഈ വീടിന് നമ്മൾ മുമ്പേ ശീലിച്ച അതേ രീതിയിൽ പോയിട്ട് അതിൻ്റെ താഴേന്ന് പറിക്കുമ്പോൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദയവ് ചെയ്ത് ഒരിക്കലും ലൈനിനടിയിലേക്ക് ഇപ്പോൾ ഈ നമ്മുടെ പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ചൊക്കെ വിപുലമായ പ്രവർത്തനങ്ങളൊക്കെ വൃക്ഷത്തൈ നടക്കെ നടന്നുണ്ട്. അപ്പം അത്തരം സന്ദർഭങ്ങളിലൊക്കെ ലൈനുകൾ ഒഴിവാക്കിക്കൊണ്ട് ലൈനിൽ താഴെ ഒരു കാരണവശാലും ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെ ഒരു പ്രവണതയാണ് നമ്മുടെ ഈ ചെറിയ കുളങ്ങളിൽ നിന്നൊക്കെ മീനുകൾ പിടിക്കുക. അപ്പോൾ അതിന് ചില ബിരുദന്മാർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈനിന് വയറ് ലൈനിൽ കൊടുത്തിട്ട് വെള്ളത്തിലിട്ടുകൊണ്ട് നമുക്ക് എളുപ്പപ്പണിയാണല്ലോ നമ്മളെല്ലാവരും നോക്കുക. അപ്പോൾ ആ സമയം അങ്ങനെ ചെയ്യുമ്പോൾ എത്രയോ ആൾക്കാർ അങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോഴുള്ളതാണ്. നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബോധവൽക്കരണമൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അത് കുറയുന്നില്ല. പലപ്പോഴും ഈ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീട് പണി ലാസ്റ്റ് എത്തുമ്പോഴൊരു തീവ്രതയിലേക്ക് പോകുമല്ലോ. ആ സന്ദർഭങ്ങളിൽ ഇഷ്ടംപോലെ ജോലിക്കാരുണ്ടാവും. അപ്പം അന്നേരം ഈ ഉപയോഗിക്കുന്നിരിക്കുന്ന നമ്മൾ കട്ടറായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബാക്കിയുള്ള എക്യുപ്മെൻ്റൊക്കെ പ്ലാസ്റ്റിക് വയറൊക്കെ ഉപയോഗിച്ചിട്ട് അവർ പ്രവർത്തിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അന്ന് ആ സമയത്തൊക്കെ ഇത് ഇൻസുലേഷൻ എവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ പ്രവർത്തിക്കുന്നതാണ്. ആൾക്കാർക്ക് അപകടം ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ മാർഗം അതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഞങ്ങൾ പിന്നെ ഒന്ന് ഇപ്പോൾ നമ്മൾ കൃഷിയിലേക്ക് നമ്മൾ പോകണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ പല ആൾക്കാരും കൃഷിയിൽ നിന്ന് കുറച്ച് പുറകോട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാഴയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ പന്നിയുടെ ആക്രമണത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈദ്യുത വേലികൾ ചെയ്യുന്നുണ്ട്. അത് നിയമവിരുദ്ധമാണ്. പക്ഷേങ്കിൽ അതിന് ചെറിയ സപ്ലൈ എല്ലാം കൊടുത്തിട്ട് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ പോലും അതിൽ പോയി അപകടത്തിലേക്ക് എത്തുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരം എളുപ്പ വഴികൾ വൈദ്യുതി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ നമ്മൾ പറയുന്നതാണ്, നമ്മൾ അനുസരണയുള്ള ഒരു ഭൃത്യനാണ്. പക്ഷെങ്കിൽ അത് അപകടകാര്യമാണ്. അതുകൊണ്ട് ജാഗ്രത വേണം എന്നുള്ളത് തന്നെയാണ്. സമയം തീരുകയാണ്. സാറിൻ്റെ ജീവിത അനുഭവം വെച്ച് പ്രേക്ഷകരോട് ഈ മഴക്കാലം ഉൾപ്പെടെയുള്ള കാലത്ത് പുലർത്തേണ്ട ജാഗ്രതകൾ ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ പറയും പ്ലീസ്.
നമ്മൾ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ട്രാഫിക് സ്ലോഗൻ ഉണ്ട്, സ്റ്റാർട്ട് ഏർലി റീച്ച് സേഫ്ലി. അത് സാധാ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ഒരു സമയം കൂടുതലെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ വാഹനത്തിൻ്റെ തൊട്ട് പിന്നിൽ ടെയിൽ ഗേറ്റ് ചെയ്യാതിരിക്കുക, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് റൺ ചെയ്ത് പോവുക. ടയറിൻ്റെ കണ്ടീഷൻസ് വളരെയധികം ശ്രദ്ധിക്കുക. ഇൻഡിക്കേറ്ററുകളും അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റും കത്തുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ നല്ല മഴ വരുന്ന സമയത്ത് ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ഹസാർഡസ് ലൈറ്റും ഇടുക. പിന്നെ യാതൊരു കാരണവശാലും ബൈക്കിൽ കുട പിടിച്ച് യാത്ര ചെയ്യാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ കുട ബാക്കിലുള്ള ആളെ ഇതിനനുസരിച്ച് മുന്നോട്ടും വന്ന് ഫ്രണ്ടിലെ ആളുടെ വിഷൻ മറിച്ച് അപകടങ്ങളും മരണങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്രയുമാണ് വളരെ പെട്ടെന്ന് പറയാനുള്ളത്. താങ്കൾക്ക് പറയാനുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകൾ. പറഞ്ഞല്ലോ, നമ്മുടെ വൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യമാണ്, അത്രമാത്രം അപകടകാര്യമാണ്. അപ്പൊ നമ്മുടെ വൈദ്യുതിയായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്ത് കാരണങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഓഫ് ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ്, വർക്ക് ചെയ്യലേക്ക് പോവുക. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ കാലവർഷത്തിലൊക്കെ നമ്മൾ ലൈനുകൾ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ അതിന് അടുത്തേക്ക് പോവാതിരിക്കാനുള്ള ഒരു ശ്രമവും കൂടി നമ്മൾ നടത്തണം. അത് അറിയിക്കേണ്ട സ്ഥലത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ നമ്പറുകളിൽ നമ്മൾ അറിയിച്ചുകൊണ്ട് അത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എന്താണ് താങ്കൾ കൊടുക്കുന്നത്? നമുക്ക് കാലാവസ്ഥ പ്രവചനങ്ങൾ, റേഡിയോ ടി വിയിലെല്ലാം നമ്മൾ കാലാവസ്ഥ പ്രവചനങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ കൂടുതൽ മഴയും കാറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ള യാത്ര ഒഴിവാക്കുക. വെള്ളക്കെട്ടുകളിൽ കൂടിയുള്ള യാത്ര ഒഴിവാക്കുക. അപകട സാധ്യതയുള്ള പരിചയമില്ലാത്ത കുളങ്ങളിലും ആറുകളിലും ഇറങ്ങാതിരിക്കുക. നിങ്ങളുടെ ഇറങ്ങി സെൽഫി എടുക്കാതിരിക്കുക. നീന്തൽ പഠിക്കുക, അതിന് നീന്തൽ പ്രാക്ടീസ് ചെയ്യുക, ഫ്ലോട്ടിങ് പഠിക്കുക. പിന്നെ ഒരു അപകടം ഉണ്ടായാൽ പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളൊരു ഒരു പ്രാഥമിക വിജ്ഞാനവും നേടുക. സമയം തീർന്നിരിക്കുകയാണ്. ഈ സമയം പോരാ ബോധവൽക്കരിക്കണേ. കാരണം ബോധമുണ്ടാകാൻ മലയാളികൾക്ക് പലപ്പോഴും വൈകാറുണ്ട്. അത് നമ്മളെ പല പാഠങ്ങളും പഠിപ്പിച്ചിട്ടുമുണ്ട്. നമ്മൾ വിദ്യാസമ്പന്നരാണ്, സംസ്കാര സമ്പന്നരാണ്. പക്ഷേ പലപ്പോഴും നമ്മളുടെ ജാഗ്രത കുറവ് കൊണ്ട് തന്നെ നമ്മുടെ ജീവനും തൊട്ടടുത്തുള്ള മനുഷ്യന്മാരെയൊക്കെ ജീവൻ പൊലിയുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണാറ്. ഈ ചർച്ച നിങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. RTO പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നേരത്തെ പുറപ്പെട്ടാൽ സേഫായിട്ട് നിങ്ങൾക്ക് സ്ഥലത്ത്. മഴക്കാലത്ത് കുറച്ചുകൂടി നേരത്തെ പുറപ്പെടാൻ ശ്രമിക്കുക. അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് പറഞ്ഞ് വളരെ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞ, വൈദ്യുതിയെക്കുറിച്ച് പറഞ്ഞ ആപ്തവാക്യം എന്താ താങ്കൾ പറഞ്ഞത്? പക്ഷേ വളരെ അപകടം പിടിച്ചൊരു സാധനമാണ്. അതിനെയും നല്ല നിലക്ക് നീന്തൽ പഠിക്കാതെ അതുപോലെ തന്നെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യാതെ ഇതൊന്നും ആസ്വദിക്കാനായി ആഴങ്ങളിലേക്ക് ഇറങ്ങരുത്. നിങ്ങൾ ദൂരെ നിന്ന് പ്രകൃതിയെ നന്നായി ആസ്വദിച്ചോളുക. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ വേണം കരുത്ത്. എങ്ങനെ? നീന്തൽ പരിശീലിക്കണം. അത് പരിശീലിച്ചാൽ മാത്രം പോരാ, നീന്തൽ കുളത്തിൽ പോയി പരിശീലിച്ചാൽ പോരാ, അത് കൃത്യമായി പുഴയിലും കുളത്തിലും കടലിലും ഒക്കെ നീന്തി പരിശീലനം നേടിയിട്ട് വേണം ഇതിൻ്റെ പ്രകൃതിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ എന്ന ബോധ്യപ്പെടുത്തലാണ് ഈ നേർരേഖ നൽകുന്നത്. അപ്പോൾ ഈ സുന്ദരമായ ലോകത്ത് സുന്ദരമായി നല്ല സ്വപ്നങ്ങൾ കണ്ട് നല്ല ജീവിതം നയിക്കാൻ നമ്മൾ കുറച്ചൊന്ന് ജാഗ്രത പാലിക്കണം. ആ ജാഗ്രതയ്ക്ക് നേർരേഖയുടെ എപ്പിസോഡ് ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പങ്കെടുത്ത 3 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.